ഇന്ന് ഈ വീട്ടിൽ ഇതുപോലെ സന്തോഷമുള്ളൊരു സുദിനം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത്രയ്ക്കും ഇരുട്ടായിരുന്നു ചുറ്റും. മേഘന മാത്രമാണ് ആ ഇരുളിന്റെ മറ നീക്കി തന്നത്. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു സോ മച്ച് മേഘനെ. അയ്യോ, എന്താ അമ്മ ഇത്? അമ്മ എന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നേ? മിഥുനേട്ടൻ പോയപ്പോ തൊട്ട് ഞാൻ വിഷമിച്ച പോലെ തന്നെ മോന്റെ ഭാവിയെ കുറിച്ചോർത്ത് അമ്മ എത്രമാത്രം വിഷമിച്ചു കാണും. അതെന്നേക്കാളും നന്നായിട്ട് മനസ്സിലാക്കാൻ മറ്റാർക്കും കഴിയില്ലമ്മേ. അതുകൊണ്ട് തന്നെയാ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയത് എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ എന്തൊക്കെയോ ചെയ്തു. എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഇപ്പോ നീ കാരണം പോയ സന്തോഷം വീണ്ടും തിരിച്ചു കിട്ടിയില്ലേ? എന്തു ചെയ്യുമെന്ന് അറിയാതിരുന്നപ്പോഴാ എന്റെ മോൾ എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്തിയത്. എനിക്ക് ഒത്തിരി സന്തോഷായി മേഘനെ. ഭാഗ്യം എപ്പോഴേ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നു കിട്ടാന്ന് ഞാൻ കാത്തിരിക്കായിരുന്നു. ഇപ്പതേ എല്ലാ പ്രശ്നവും പറന്നുപോയി. എല്ലാവരുടെയും മുഖത്തിപ്പോ എന്തൊരു പ്രകാശമാണെന്ന് കണ്ടില്ലേ? ഈ സന്തോഷം നമുക്കെല്ലാവർക്കും കൂടി അടിച്ചു പൊളിച്ച് ആഘോഷമാക്കണ്ടേ? അതെ അതെ, നമ്മുടെ ലുട്ടാപ്പിയെ കുളിപ്പിച്ച അതും നിനക്ക് ആഘോഷമാക്കണം. എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കല്ലേ? എന്തിനാന്ന് എനിക്കറിയാം. ഏട്ടത്തി പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോ മൂക്കും മുട്ട തിന്നാലോ. കണ്ടില്ലേ വില്ലിച്ച, ഏട്ടൻ എന്നെ കളിയാക്കുവാ. മിണ്ടാതിരിക്കടാ, നീ എന്തിനാ വെറുതെ അവളെ ചൊറിയാൻ പോന്നെ? വാ. മഞ്ജരിക്കിപ്പോ നല്ല ദേഷ്യമായിരിക്കും. എങ്ങനെയാ അവളെ ഒന്ന് തണുപ്പിക്കുക? എവിടെയായിരിക്കും അവള്? ഈ ഷർട്ട് ഇട്ടിരുന്നപ്പോഴല്ലേ മേഘന ഹഗ് ചെയ്തത്. ഇനി ഇത് മിഥുന് കാണാൻ പോലും കിട്ടരുത്. അവന്റെ ശരീരത്തിൽ ഇനി ഇത് സ്പർശിക്കാനും പാടില്ല. മഞ്ജരി, വാട്ട് ഈസ് ദിസ്? നീ എന്താ ചെയ്തേ? ഈ ഷർട്ട് ഇട്ടപ്പോഴല്ലേ മേഘന ഹഗ് ചെയ്തത്. അത് കാണുമ്പോഴൊക്കെ എനിക്ക് ഭ്രാന്ത് പിടിക്കുക. അതുകൊണ്ടാ അവള് തൊട്ട ഷർട്ട് പോലും ഞാൻ കത്തിച്ചു കളഞ്ഞത്. ഓഹോ, അത് ശരി. അപ്പൊ അവൾ എന്നെ തൊട്ട് കഴിഞ്ഞാൽ നീ എന്നെയും കത്തിച്ചു കളയുന്നാണോ? പ്രണയം മൂത്ത് മൂത്ത് നിനക്കിപ്പോ ഒരു തരം ഭ്രാന്ത് പിടിച്ചിരിക്കുക. നിന്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മഞ്ജരി. എന്തോ അവിടെ കരിഞ്ഞു മണക്കുന്നുണ്ടല്ലോ. എനിക്കറിയില്ല മിഥുൻ, നീ എന്നോടൊന്നും പറയണ്ട. മേഘന നിന്നെ സ്നേഹത്തോടെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് അറിഞ്ഞപ്പോ അവൾ ആ സന്തോഷത്തിൽ വന്ന് ഹഗ് ചെയ്തല്ലേ. അതിലും തെറ്റ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ എങ്ങനെയാ? അവള് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചപ്പോ നീ അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയായിരുന്നു. ഞാൻ കണ്ടില്ലെന്ന് കരുതിയോ? മഞ്ജരി, മര്യാദയ്ക്ക് സംസാരിക്കണം.
അവൾ എന്നെ ആ സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ചപ്പോ ഞാൻ എന്താ അവളെ തള്ളി മാറ്റണായിരുന്നോ? അതോ ഇതൊന്നും പാടില്ല എന്ന് ഞാൻ അവളോട് പറയണോ? അവള് കാരണം ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ. അതിന്റെ നന്ദിയും കടപ്പാടെങ്കിലും എന്റെ മനസ്സിലുണ്ടാവണ്ടേ. തിങ്ക് പോസിറ്റീവ്ലി. അയ്യോ മിഥുനേട്ടാ, ഏട്ടന്റെ ഷർട്ട് കത്തിക്കരിയുന്നത് നോക്കി നിക്കാ. എന്താ മിഥുനേട്ടൻ നീ ചെയ്യുന്നേ? ഈ ഷർട്ട് എന്തിനാ ഇവിടെ കൊണ്ടിട്ട് കത്തിച്ചു കളയുന്നേ? കത്തിച്ചു കളയാൻ മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? എന്താന്നാ ഞാൻ പറയണ്ടേ? മഞ്ചരി അവളുടെ കമ്പനിയിൽ ഉണ്ടാക്കിയിരുന്ന ക്യാൻഡിൽസ് കൊണ്ടുവന്നായിരുന്നു. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ തീ ബ്ലേസറിലേക്ക് പിടിച്ചതാ. അകത്ത് കിടന്ന് കത്തണ്ടെന്ന് കരുതിയാ ഞാനത് ഇവിടെ കൊണ്ടുവന്നിട്ടത്. ഇതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഏട്ടാ. ഭാഗ്യത്തിന് കയ്യിലിരുന്ന ഷർട്ടിൽ തീ പിടിച്ചു. അത് ദേഹത്ത് കിടന്ന ഷർട്ടിലായിരുന്നെങ്കിലോ എത്ര വലിയ അപകടമായനെ. ഇനി തൊട്ട് ഞാൻ ശ്രദ്ധിച്ചോളാം മേഘനെ. സാരല്ലേ, പോട്ടെ. ഇത് ഇട്ടോണ്ടല്ലേ പോലീസ് സ്റ്റേഷനിൽ കിടന്നേ. കത്തിക്കരിഞ്ഞു പോയത് നന്നായി. ഏട്ടന്റെ കണ്ണേറ് മുഴുവൻ ഇതോടെ പോയി കാണും. ശരിയെങ്കിൽ ഞാൻ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് പണിക്കാരി ഇങ്ങോട്ട് അയക്കാം. കണ്ടല്ലോ മഞ്ചരി, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് സുനാമി പോലെ റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കരുത്. ഓ, ഇത് നിനക്കൊരു കൊച്ചു കാര്യമാണെന്ന് തോന്നുന്നുണ്ടല്ലേ? ഞാൻ സ്നേഹിക്കുന്ന എന്റെ മിഥുനെ ആ മേഘിനെ ഹഗ് ചെയ്യുമ്പോ ഞാൻ കണ്ടാലും കണ്ടില്ലെന്ന് ഭാവിച്ചു പോണോ അല്ലേ? നീ ആളാകെ മാറിയിരിക്കുന്നു മിഥുൻ. ഈ മാറ്റം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ നീ മാറിക്കൊണ്ടിരുന്ന ഒരു ദിവസം എനിക്ക് നിന്നെ നഷ്ടപ്പെടും. എന്തായാലും ശരി, ഞാൻ ഇന്ന് തന്നെ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാ. ഗുഡ് ബൈ. മഞ്ചരി, മഞ്ചരി. ലുട്ടാപ്പി, കാലത്ത് തൊട്ട് നീ ഒന്നും കഴിച്ചില്ല അല്ലേ? ഇപ്പൊ തരാം കേട്ടോ ലുട്ടാപ്പി. കഴിച്ചില്ലെങ്കിൽ ക്ഷീണിച്ചു പോവില്ലേ? എന്തെങ്കിലും പറഞ്ഞ ഉടനെ എഴുന്നേറ്റ് കൈകൂപ്പും. ഇന്ന് നിന്നെ ഇത് കഴിക്കാതെ ഞാൻ വിടില്ല. ലുട്ടാപ്പി, ലുട്ടാപ്പി, നിക്ക്. ലുട്ടാപ്പി, ലുട്ടാപ്പി. എന്തു പറ്റി മേഘനെ? ലുട്ടാപ്പി ചോറ് കഴിക്കാതെ ഓടുന്നുണ്ടോ? അയ്യോ, ലുട്ടാപ്പി ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? ഇഷ്ടമുള്ളവർക്ക് എന്തേലും പറ്റിയാ സന്തോഷം ഉണ്ടാവില്ല, വിശപ്പും ഉണ്ടാവില്ല. പാവം, ഏട്ടനെ കാണാതെ ആകെ അവൻ വിഷമിച്ചിരിക്കായിരുന്നു. അതുകൊണ്ട് അവൻ കാലത്ത് മുതൽ വെള്ളം പോലും കുടിച്ചില്ല. അതിരിക്കട്ടെ, നീ വല്ലതും കഴിച്ചായിരുന്നോ? മിഥുനയുടെ ലോക്കപ്പിൽ ഇരിക്കുന്നത് കണ്ടിട്ട് വന്നപ്പോ മുതല് എനിക്കും തൊണ്ടേന്ന് ഒന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ തുടങ്ങി എങ്ങനെ മേഘനെ? മനസ്സിന് വിഷമമുണ്ടെന്ന് കരുതി പട്ടിണി കിടക്കാന്ന് വെച്ചാൽ അത് നല്ലതല്ല. ഏട്ടന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. അപ്പൊ വിശപ്പും ഉണ്ടായിരുന്നില്ല. ഒരു പോള കണ്ണടയ്ക്കാൻ പോലെ എനിക്ക് കഴിയുമായിരുന്നില്ല മിഥുനേട്ടാ. ഏട്ടൻ നിക്ക്, ഞാനിത് ലുട്ടാപ്പിക്ക് കൊടുത്തിട്ട് വരാം. ലുട്ടാപ്പി. എന്നെ കുറിച്ച് ആലോചിച്ച് സ്വന്തം ആരോഗ്യം കളയുന്ന എന്തിനാ മേഘനെ? ഹലോ ചാരു. ഹായ് ചേച്ചി, മിഥുനേട്ടനെ ഇന്ന് പോലീസുകാര് വെറുതെ വിട്ടോന്നറിഞ്ഞു. അതെ ചാരു, ആ കേസിന്റെ കാര്യത്തിൽ മിഥുനേട്ടൻ അനുകൂലമായിട്ടാണല്ലേ വിധി വന്നേ? ദൈവാനുഗ്രഹം കൊണ്ട് ഏട്ടനെ അതിന് പുറത്തു വന്നു. ഇനി അങ്ങനെ ഒരു പേടി നമുക്ക് വേണ്ട. ഇതറിഞ്ഞപ്പോ തൊട്ട് എനിക്കും ഇതിനും എന്തുമാത്രം സന്തോഷായിരുന്നു എന്നറിയോ? എന്തായാലും മിഥുനേട്ടൻ അതിന്ന് രക്ഷപ്പെട്ടു. ഇപ്പൊ ചേച്ചിക്ക് സമാധാനമായി കാണുമല്ലോ. ഇപ്പഴാ ചാരു എന്റെ ശ്വാസം ഒന്ന് നേരെയായത്.
ശരി ചാരു, എന്നാ ഞാൻ ഫോൺ വെച്ചോട്ടെ. നീ തന്നെ നോക്കിക്കോണേ. ആ ചേച്ചി, ആ ഒരു കാര്യം കൂടിയുണ്ട്. എന്താ ചാരു? മറ്റന്നാ അക്ഷയ തൃതീയല്ലേ? അപ്പൂപ്പൻ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ വർഷവും സ്വർണത്തിന് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്ന് ചേച്ചിയുടെ കൈ കൊണ്ട് പൂജിക്കാറുള്ളതല്ലേ? ഇപ്രാവശ്യം ചേച്ചി ചേട്ടനോട് ചോദിച്ച് സ്വർണത്തിന്റെ ഒരു തരിയെങ്കിലും വാങ്ങിക്കണം. എന്നിട്ട് ചേച്ചി വീട്ടിൽ പൂജ ചെയ്യണം. അതൊന്നും വേണ്ട ചാരു. പോലീസ് സ്റ്റേഷനിലെ ബഹളം കഴിഞ്ഞതേ ഉള്ളൂ. ആ ടെൻഷനിൽ നിന്ന് തന്നെ പുറത്ത് കടന്നിട്ടുണ്ടാവില്ല. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ സമയത്ത് അക്ഷയ തൃതീയയുടെ പേരും പറഞ്ഞ് സ്വർണം വാങ്ങിച്ചു തായെന്നൊക്കെ ചോദിച്ചാ നന്നാവില്ല. ഒരു ചിന്തയില്ലാതെ മിഥുനയുടെ സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങി എഴുന്നേക്കട്ടെ. അത് എന്നെ വലിയ കാര്യ. ശരി ചേച്ചി, വെക്കട്ടെ എന്നാ. ശരി ചാരു, സൂക്ഷിച്ചോണേ. മേഘനെ, എന്താ ഏട്ടാ? എന്താ ഏട്ടാ ഇത്? നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, അതുകൊണ്ടാ മേഘനെ ഞാൻ തന്നെ എടുത്തോണ്ട് വന്നേ. എനിക്ക് കഴിക്കാനാണോ ഏട്ടാ എടുത്തോണ്ട് വന്നേ? എനിക്ക് വേണ്ടി നീ എന്തൊക്കെയാ ചെയ്യുന്നേ? അപ്പൊ ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ മേഘനെ? ഞാൻ എന്തൊക്കെ ചെയ്താലും ഇതിനൊപ്പം അതൊന്നും വരില്ല. സത്യാണ് ഏട്ടാ. ഏട്ടൻ കാണിക്കുന്ന ഈ കരുതലുണ്ടല്ലോ, ഇതിന് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും വിലയുണ്ട്. അമൂല്യമായതാ. ഒരുപാട് നന്ദിയുണ്ട്. എന്നോട് മേഘന എന്നൊരു പെൺകുട്ടി പറഞ്ഞിരുന്നു, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നന്ദി പറച്ചിലോ മാപ്പ് പറച്ചിലോ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന്. കഴിക്കും. ശരി എന്നാ, നീ ഇത് കഴിക്കേ, ഞാൻ ഇപ്പൊ തന്നെ വരാം. എന്നെ രക്ഷിക്കാൻ വേണ്ടി പാടുപെട്ടവളാ. പകരം ഞാൻ എന്താ അവൾക്ക് തിരിച്ചു കൊടുക്കുക? എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും അവളുടെ അക്ഷയ തൃതീയ അതുപോലെ ആവണം. ഹലോ, ആകാശ് ജ്വല്ലറി അല്ലേ? ഞാൻ മിഥുനാണ് സംസാരിക്കുന്നത്. മിഥുൻ സാറേ, പറഞ്ഞോളൂ. കഴിഞ്ഞ തവണ ഷോപ്പിലേക്ക് വന്നപ്പോ എന്റെ മോമിനൊരു നെക്ലസ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ലേ? അത് ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയുണ്ട്. എന്തു പറ്റി? അന്നത് സ്റ്റോക്കില്ലെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ അത് അവൈലബിൾ ആണോ? അതെ സാറേ, ഇപ്പൊ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. നാളെ നെക്ലസുമായിട്ടൊന്ന് വീട്ടിലേക്ക് വരണേ. മറ്റൊന്നല്ല, മറ്റന്നാൾ അക്ഷയ തൃതീയല്ലേ? പിന്നെ അതിനെന്താ, നിങ്ങൾ ചോദിച്ച നെക്ലസുമായിട്ട് നാളെ തന്നെ വരാം. ശരി സർജി, താങ്ക് യു. വെച്ചോട്ടെ. ഇത്തരം വിശേഷങ്ങളെക്കുറിച്ചൊക്കെ എന്റെ മോൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ. അമ്മ ആഗ്രഹിച്ചത് അവൻ മറന്നിട്ടില്ല. അക്ഷയ തൃതീയയുടെ അന്ന് ഇവൻ എനിക്ക് സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണല്ലോ. ഏട്ടൻ എന്താ പറ്റിയേ? നെക്ലസ് ഒക്കെ ഓർഡർ ചെയ്യുന്നുണ്ടല്ലോ. ഞാനും അതുകൊണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുക. ചിലപ്പോ ഈ അക്ഷയ തൃതീയയുടെ അന്ന് മഞ്ജരിക്ക് ഏട്ടൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോവായിരിക്കും. അത് ശരിയാണല്ലോ ഹർഷിണി. അല്ലെങ്കിൽ തന്നെ മഞ്ജരി ആകെ മൂഡ് ഓഫാ. ഈ നെക്ലേസ് കിട്ടിക്കഴിയുമ്പോ അവര് തമ്മിലുള്ള പിണക്കമൊക്കെ മാറും. അതിരിക്കട്ടെ, മഞ്ജരി എവിടെ? ആളെ കാണുന്നില്ലല്ലോ. പ്രണയം മൂത്ത് മൂത്ത് നിനക്കിപ്പോ ഒരു തരം ഭ്രാന്ത് പിടിച്ചിരിക്കുക. നിന്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മഞ്ജരി.
എന്താടി ഇതൊക്കെ? കൈ കിട്ടുന്ന സാധനങ്ങൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞതുകൊണ്ട് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകൂ? അതിന് പരിഹാരമൊന്നും കിട്ടില്ലായിരിക്കും. ഒന്നുമില്ലെങ്കിലും എന്റെ ദേഷ്യമെങ്കിലും ഒന്ന് അടങ്ങുമല്ലോ. പിന്നെ എന്താ പറ്റിയേ? മിഥുനുമായിട്ട് വഴക്ക് കൂടിയിട്ട് ആ ദേഷ്യമായിട്ട് ഇവിടേക്ക് വന്ന് ഇവിടെ ഉള്ളതെല്ലാം എടുത്തിട്ട് പൊട്ടിച്ചോളും. എന്താ പറയണ്ടേ? അല്ലെങ്കിൽ തന്നെ ഞാൻ ഭ്രാന്തെടുത്തിരിക്കുക. മമ്മി എന്നെ വീണ്ടും ഇറിറ്റേറ്റ് ചെയ്യല്ലേ? നോക്ക് മഞ്ജരി, ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഒരു പുരുഷന്റെ ജീവിതത്തിലേക്ക് ആദ്യം ഒരു പെൺകുട്ടിക്ക് സ്ഥാനം കിട്ടിയ പിന്നെ ഇവിടെ മറ്റൊരു പെണ്ണിന് സ്ഥാനം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇപ്പം മിഥുന്റെ ജീവിതത്തിലും നീ മറ്റൊരു പെൺകുട്ടിയെ മാറിയിരിക്കുക. കല്യാണ കാര്യത്തിൽ എനിക്ക് 2ാം സ്ഥാനമായിരിക്കും. പക്ഷെ മിഥുന്റെ മനസ്സിൽ എനിക്ക് 1ാം സ്ഥാനം തന്നെയാണ്. ഈ 13 മാസങ്ങളൊന്ന് കടന്നു കിട്ടിയ പിന്നെ മിഥുൻ മേഘനയെ തിരിഞ്ഞു പോലും നോക്കില്ല. അവൻ എന്റെ കഴുത്തിൽ താലി കെട്ടും. ഇതിലൊരു മാറ്റവും ഉണ്ടാവില്ല. ഈ 13 മാസങ്ങൾക്കകം എന്തൊക്കെ മാറി മറിയാം. മനുഷ്യരുടെ മനസ്സും മാറും, അവരുടെ പരിഗണനകൾക്ക് മാറ്റം ഉണ്ടാകാം. ഏറ്റവും ഒടുവിൽ മേഘനയ്ക്ക് മാത്രമാണ് തന്റെ ജീവിതത്തിൽ സ്ഥാനമെന്ന് മിഥുനും പറഞ്ഞെന്നിരിക്കും. മിഥുന്റെ മനസ്സ് എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം മമ്മി. എന്നെ അവൻ ആത്മാർത്ഥമായിട്ടാ സ്നേഹിക്കുന്നത്. എന്നെ മാത്രമേ അവൻ കല്യാണം കഴിക്കൂ. മഞ്ജരി, മിഥുന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. മേഘനയുടെ കാര്യത്തിൽ എന്താ തീരുമാനം? മിഥുൻ വേണ്ടെന്ന് വച്ച ഉടനെ കല്യാണം കഴിച്ച കുടുംബത്തെ കയറിയവള് പൊടിയും തട്ടിയെങ്ങി ഇറങ്ങിപ്പോവെന്ന്? തീർച്ചയായും. അത്ര ഉറപ്പോടെ നിനക്കെങ്ങനെയാ പറയാൻ കഴിയുന്നേ? മേഘനയുടെ ചിന്ത അത്തരത്തിലാണ് മമ്മി. അവളുടേതല്ലാത്തൊരു വസ്തു ഒരിക്കലും അവൾ അവളുടെ കയ്യിൽ വെക്കാറില്ല. വല്ലവരുടേതാണെന്ന് അറിയുമ്പോ ഒരക്ഷരം പോലും മിണ്ടാതെ അത് അവകാശപ്പെട്ടവരെ ഏൽപ്പിച്ചിട്ട് അവള് പോകും. മിഥുന്റെ കാര്യത്തിൽ അവൾ ആ തീരുമാനമായിരിക്കും എടുക്കുക. അവരുടെ കല്യാണത്തിന് മുൻപ് മിഥുൻ എന്നെ പ്രണയിച്ചിരുന്നു എന്നറിഞ്ഞ മറ്റൊന്നും അവൾ ചിന്തിക്കില്ല. അതോടെ മേഘന മിഥുനെ ഉപേക്ഷിച്ചു പോകും. ഹലോ ആന്റി. ഹലോ മഞ്ജരി, നീ എവിടെ പോയതാ? വീട് വരെ ഒന്ന് വന്നതാ. ദേഷ്യത്തിലിറങ്ങി പോയതാണെന്ന് എനിക്കറിയാം. നിന്റെ ആ ദേഷ്യം തണുപ്പിക്കാൻ വേണ്ടി മിഥുൻ ഒരു കൂൾ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഏത് കാര്യത്തെക്കുറിച്ച് ആന്റി പറയുന്നേ? മിഥുൻ നിനക്ക് വേണ്ടി ഒരു ഗോൾഡ് നെക്ലേസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിന്റെ പിണക്കവും പരിഭവവും ഒക്കെ മാറ്റാനായിട്ട്. നേരാണോ ആന്റി? സത്യമായിട്ടും മഞ്ജരി. കുറച്ചു മുമ്പ് അവൻ ആകാശ് ജ്വല്ലറിയിലെ ഗോൾഡ് സ്മിത്തിനോട് സംസാരിക്കുന്ന കേട്ടതാ. ദേഷ്യമൊക്കെ മാറ്റി വെച്ചിട്ട് നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക്. ഷുവർ ആന്റി, താങ്ക്സ് ഫോർ യുവർ ഇൻഫോർമേഷൻ. ഇപ്പൊ കണ്ടില്ലേ മോം, മിഥുൻ എന്നോട് എത്രമാത്രം സ്നേഹമാണെന്ന് കണ്ടോ? എന്റെ പിണക്കം മാറ്റാനായി എനിക്ക് അവനൊരു ഗോൾഡ് നെക്ലസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അത്രേ. ഇപ്പൊ സമ്മാനമായിട്ട് കിട്ടുന്ന ഈ സ്വർണ്ണാഭരണം ആയിരിക്കരുത് ഭാവിയിലേക്കുള്ള നിന്റെ ലക്ഷ്യം. നാളെ നിന്റെ കഴുത്തിലേക്ക് വീഴാൻ പോകുന്ന താലിയെക്കുറിച്ച് ചിന്തിക്കും മഞ്ജരി. ഭാവിയിൽ മിഥുൻ നിന്റെ കഴുത്തിൽ ഒരു താലി ചാർത്തണെങ്കിലും അരുണിമയ്ക്ക് നിന്നെ ആ വീട്ടിലെ മരുമകളായിട്ട് സ്വീകരിക്കാൻ മനസ്സ് തോന്നണെങ്കിലും അവരുടെ സമ്മതം മാത്രം മതിയാവില്ല. ലീഗലായിട്ട് എന്തെങ്കിലും ഒരു പ്രൂഫ് കരുതണം. നാളെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ അതിനെ നേരിടാൻ സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും കയ്യിൽ വേണം. എന്നാ മാത്രമേ നീ കാണുന്ന ഈ സ്വപ്നങ്ങളൊക്കെ നിറവേറൂ. അങ്ങനെ സംഭവിക്കും വരെ ഈ സ്വപ്നങ്ങളൊക്കെ വെറും വിഭ്രാന്തി മാത്രോ? ആലോചിച്ച് തീരുമാനിക്കാം. മഞ്ജരി ഇതുവരെ കണ്ടില്ലല്ലോ ഹർഷിനി. അതെ എനിക്ക് മനസ്സിലാവാത്ത ചെറിയമ്മ. ആകാശ് ജ്വല്ലറി അല്ലേ? കാലത്ത് വരാന്നല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞ നെക്ലസ് കയ്യിലുണ്ടല്ലോ അല്ലേ? താങ്ക് യു. ഇത് അങ്ങ് എടുത്തോ. ആ വരൂ വരൂ. ഐ വാസ് വെയിറ്റിംഗ്. കൊണ്ടുവന്നിട്ടുണ്ടോ? ആ കയ്യോടെ കൊണ്ടുവന്നു. നൈസ്, താങ്ക് യു. എങ്കിൽ ഞാൻ പോട്ടെ സാറേ.
കഴിഞ്ഞ തവണ നമ്മൾ ജ്വല്ലറി പോയപ്പോ മോമിന് ഇത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഓർമ്മയുണ്ടോ അത്? ഞാൻ ഓർക്കുന്നു മിഥുൻ. അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതാണോ? എന്ത് ഭംഗിയാ ഇതിന്റെ ഡിസൈൻ. യെസ് മോം. അതുകൊണ്ടാണ് ഈ അക്ഷയ തൃതീയയ്ക്ക് മേഘനയ്ക്ക് ഇത് സമ്മാനിക്കാന്ന് ഞാൻ വിചാരിച്ചത്. മേഘന എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പൊ തിരിച്ചെന്തെങ്കിലും ഞാനും ചെയ്യണ്ടേ മോം? അതുകൊണ്ടാ ഞാൻ ഈ നെക്ലസ് തന്നെ ഓർഡർ ചെയ്തത്. മോം എന്ത് പറയുന്നു? ഇതിൽ അരുണിമ എന്ത് പറയാനാ മിഥുൻ? എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യല്ലേ ഇത്. അമ്മായിയമ്മയുടെ കൈകൊണ്ട് തന്നെ മരുമോൾക്ക് ഇത് സമ്മാനിക്കട്ടെ. അങ്ങനെ ആവുമ്പോ അരുണിമയ്ക്ക് കൂടുതൽ സന്തോഷാവും. എന്റെ മരുമോളെ കുറിച്ച് നീ ഇത്രയേറെ ചിന്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ എന്റെ മനസ്സ് നിറഞ്ഞടാ മോനെ. ഇത് ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസാ. വല്യേട്ടോ, ഒന്ന് പല്ല് തേക്കണമെങ്കിൽ പോലും ഏട്ടൻ വല്യമ്മയോട് സമ്മതം ചോദിക്കാറുള്ളതല്ലേ? എന്നിട്ട് ഇത്രയും വലിയൊരു കാര്യം ഞങ്ങളെ ആരും അറിയിക്കാതെ ഏട്ടൻ എപ്പോഴാ ചെയ്തേ? ഇത് ഇന്നലെ പെട്ടെന്ന് എനിക്ക് തോന്നിയതാടാ. അപ്പൊ തന്നെ ആകാശ് ജ്വല്ലറി വിളിച്ച് പറയുകയും ചെയ്തു.